ഈ കലാരൂപം നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഇതിനെ കരിമുടി എന്നാണ് പറയുന്നത്. കരിമുടി എന്ന പേരിൽ മലയാളത്തിലൊരു സിനിമയുണ്ട്. അത്രയൊന്നും പ്രശസ്തമല്ലെങ്കിലും ഈ കലാരൂപത്തെ ആസ്പദമാക്കിയാണ് ആ സിനിമ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ കരിമുടി എന്ന്, പൂതംകളി എന്നും ബോധംകളി എന്നും അതുപോലെ പുത്തൻകളി എന്നുമൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ പേരുണ്ടാവുന്നത് പല ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ശ്രീബുദ്ധൻ്റെ ബോധൻ എന്നുള്ള പേരിൽ നിന്നാണ് ഈ കളി ഉണ്ടാവുന്നതാണ്. കാരണം ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പേരുള്ള രണ്ട് മതങ്ങളായിരുന്നു കേരളത്തിൽ, ജൈനമതവും ബുദ്ധമതവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോതൻകളി എന്ന് പറയുന്നത്. ഈ കളി ബുദ്ധൻ എന്നുള്ള വാക്കാണെന്ന് പറയുന്നു. നമ്മുടെ സിനിമാക്കാരിൽ പലർക്കും ഈ നാടൻ കലകളോട് വലിയ താല്പര്യമുള്ള ആളുകളുണ്ട്. അതിൽ ഒരാളാണ്, ഞാൻ പേര് പെട്ടെന്ന് മറന്നുപോയി, ഒരാളാണ് ഭരതൻ്റെ പി എൻ മേനോൻ്റെ സിനിമകളിൽ ധാരാളമായിട്ട് നാടൻ കലാരൂപങ്ങൾ കാണിക്കാറുണ്ട്. ഭരതൻ്റെ സിനിമകളിൽ അതുപോലെ കാണിക്കാറുണ്ട്. നമ്മുടെ MTയുടെ എന്താ പേര്, നിർമാല്യം സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ട്. ധാരാളം സിനിമയിൽ ഈ കലാരൂപം വന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ഇത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, അവർ അങ്ങോട്ട് കടന്നുപോയി. നമസ്കാരം.